ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ചെയ്യാൻ പോണേ. ഇതിന് മുമ്പ് ഈ ചാപ്റ്ററിൻ്റെ തന്നെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാർട്ട് 1 വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് അലോങ് എ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. ഗ്രൂപ്പിലും പീരീഡിലും എങ്ങനെയാണ് അറ്റോമിക് റേഡിയസ് വേരി ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റത്തെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ, ലെഫ്റ്റ് നിന്ന് റൈറ്റ് പോകുക എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടലി എന്ന് പറഞ്ഞാൽ റോസ് എന്ന് പറഞ്ഞാൽ എന്താ, പീരീഡ്. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ അലോങ് എ പീരീഡ്. മാർച്ച് 2011-ലും 10-ലും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അറ്റോമിക് സൈസ് കുറയുന്നത് എന്ന് റീസൺസ് ഉണ്ട്. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് സൈസ് ഡിക്രീസ് ആവും. എന്തുകൊണ്ടാണ്? ഇൻ എ പീരീഡ് ദി ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദ സെയിം വാലൻസ് ഷെൽ. Thus, number of shells remain the same, but effective nuclear charge increase. So, atomic radius കുറയും. അതായത് ഒരു പീരീഡിൽ ഇലക്ട്രോൺസ് സെയിം വാലൻസ് ഷെല്ലിലേക്ക് തന്നെയാണ് ആഡ് ചെയ്യപ്പെടുന്നത്. അതായത് ഇപ്പോൾ 2s ആണെങ്കിൽ ആ എസ്സിലേക്ക് തന്നെയാണ് വീണ്ടും ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നത്, അല്ലാണ്ട് മാറുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഷെൽസ് സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നില്ല, പക്ഷേ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചാർജ്, അതാണ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, കാരണം ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ന്യൂക്ലിയസിൽ ചില മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, പക്ഷേ നമ്പർ ഓഫ് സെൽസ് സെയിം ആവുകയാണ്. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ അറ്റോമിക് റേഡിയസ് കുറയും. ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം. അറ്റോമിക് റേഡിയസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ന്യൂക്ലിയർ ചാർജ്. എപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടണോ അപ്പോൾ അറ്റോമിക് റേഡിയസ് കുറയും. അറ്റോമിക് റേഡിയസ് കുറയുകയാണെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടും. ഓക്കെ, ഇൻ എ ഗിവൺ പീരീഡ് ആൽക്കലി മെറ്റൽസ് ഗ്രൂപ്പ് 1 ഹാവ് ദി മാക്സിമം സൈസ് ആൻഡ് ഹാലജൻസ് ഗ്രൂപ്പ് 17 ഹാവ് ദി മിനിമം സൈസ്. ആൽക്കലി മെറ്റൽസിനാണ് മാക്സിമം സൈസ്, ഹാലജൻ ഗ്രൂപ്പ്സിനാണ് മിനിമം സൈസ് ഒരു ഗിവൺ പീരീഡിൽ. ഓക്കെ, മനസ്സിലായോ? ഇനി ഡൗൺ എ ഗ്രൂപ്പ് ഫ്രം ടോപ്പ് ടു ബോട്ടം, മേലെ നിന്ന് താഴെ വരെ നോക്കുമ്പോൾ അറ്റോമിക് സൈസ് കൂടും. കാരണം എന്താ? നമ്പർ ഓഫ് ഷെൽസ് കൂടുകയാണ്, ഷെല്ലിൻ്റെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ഷീൽഡിങ് ഇഫക്റ്റ് കൂടും. ഷീൽഡിങ് ഇഫക്റ്റ് എന്താ അറിയാത്തവരുണ്ട്, പറഞ്ഞു തരാം. ഇൻ ആറ്റംസ് വിത്ത് ഹയർ അറ്റോമിക് നമ്പർ ഉള്ള ആറ്റംസിൽ, അതായത് ഇപ്പോൾ സോഡിയം കഴിഞ്ഞ് നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നോക്കാം. പൊട്ടാഷ്യം. സോഡിയം എന്ന് പറയുമ്പോൾ 3s1 ആണ്, പൊട്ടാഷ്യം എന്ന് പറയുമ്പോൾ 4s1 ആയി. ഷെൽസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. ഞാൻ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലാട്ടോ പറഞ്ഞത്, ഔട്ടർ ഷെല്ലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റത്തിൽ ദ ഇന്നർ ഇലക്ട്രോൺ പാർഷ്യലി ഷീൽഡ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ്. അതായത് ഉള്ളിലുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസ് ആയിട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. സോ ഔട്ടർ ഇലക്ട്രോൺ ഡു നോട്ട് എക്സ്പീരിയൻസ് ഫുൾ അട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ഷീൽഡിങ് ഓർ സ്ക്രീനിങ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഔട്ടർ ഇലക്ട്രോണിന് അത്രയ്ക്ക് ഒരു അട്രാക്ഷൻ ഇല്ല. ഇനി അപ്പോൾ എന്താണ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് സൈസ് കുറയും, മേലെ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് കൂടും. ഇത് ഒക്ടോബർ 2011 ചോദിച്ചിട്ടുള്ളതാട്ടോ. ഇനി അടുത്തത്, അറ്റോമിക് റേഡിയസ് ഓഫ് നോബിൾ ഗ്യാസ് ഗ്രേറ്റർ ദാൻ അറ്റോമിക് റേഡിയസ് ഓഫ് ഹാലജൻ. നോബിൾ ഗ്യാസിൻ്റെ അറ്റോമിക് റേഡിയസ് ആണ് ഹാലജൻ്റെ അറ്റോമിക് റേഡിയസിനെക്കാട്ടും കൂടുതൽ. അപ്പോൾ ഇനി അതിൻ്റെ റീസൺ എന്താ നോക്കാം. Noble gases are monoatomic, so van der Waals radius is used to express atomic radius which is greater than covalent radius or metallic radius. അപ്പോൾ നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ മോണോ അറ്റോമിക് ആണ്. അപ്പോൾ വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ് അതിൻ്റെ അറ്റോമിക് റേഡിയസ് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുക. ഈ വാൻ ഡെർ വാൾസ് റേഡിയസ് എന്ന് പറയുന്നത് കോവലന്റ് റേഡിയസിനെക്കാട്ടും മെറ്റാലിക് റേഡിയസിനെക്കാട്ടും ഗ്രേറ്റർ ആണ്. അപ്പോൾ അങ്ങനെ ഗ്രേറ്റർ ആയിട്ടുള്ളൊരു വാൻ ഡെർ വാൾസ് റേഡിയസ് ഉള്ളത് കൊണ്ടാണ് നോബിൾ ഗ്യാസസിൻ്റെ അറ്റോമിക് റേഡിയസ് ഹാലജനെക്കാട്ടും കൂടുതലാണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ അയണിക് റേഡിയസ്. അയണിക് റേഡിയസ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ഹാഫ് ഓഫ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഓഫ് ആൻ അയണിക് ക്രിസ്റ്റൽ. അയണിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ആ വാക്കെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അയണിക് ക്രിസ്റ്റലിലാവും ഉണ്ടാവുക അല്ലേ, അയോൺസ് ഉണ്ടാവുക. അതിൽ ഏതൊക്കെ അയോൺസ് ഉള്ള? കാറ്റയോൺസും ആനയോൺസും. അതിൽ കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, ആനയോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. എപ്പോഴും ഓർത്ത് വയ്ക്കുക, അയോൺസിൻ്റെ ബേസിസിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാഥോഡും ആനോഡും എളുപ്പമായിരിക്കും. അതായത് കാറ്റയോൺ എന്ന് പറയുന്നത് പോസിറ്റീവ്, ആനയോൺ എന്ന് പറയുന്നത് നെഗറ്റീവ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ആലോചിച്ച് വയ്ക്കുക, കാറ്റയോൺ ആനയോൺ ആലോചിച്ച് വെച്ചാൽ കാഥോഡും ആനോഡും കിട്ടും. എപ്പോഴും കൺഫ്യൂസ് ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാറ്റയോൺ ആനയോൺ ഉള്ള ഒരു അയണിക് ക്രിസ്റ്റലിലാണ് ഇത് നടക്കണേ. അപ്പോൾ ഇതെന്ന് പറയുന്നത്
ആ കാറ്റയോണും ആനയോണും തമ്മിലൊരു ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ന്യൂക്ലിയസ് അയോൺസ് തമ്മിലൊരു ഡിസ്റ്റൻസ്, അതിൻ്റെ പകുതിയാണ് അയണിക് റേഡിയസ്. ഇനി അടുത്ത പോയിന്റ്, ദ വേരിയേഷൻ ഓഫ് അയണിക് റേഡിയസ് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് അറ്റോമിക് റേഡിയസ്. അപ്പോൾ അയണിക് റേഡിയസിൽ എത്ര കൊണ്ട് മാറണോ അത് തന്നെയാണ് അറ്റോമിക് റേഡിയസിൽ മാറുന്നത്. ഓക്കെ, അവർ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇനി കാറ്റയോൺ ആനയോണും തമ്മിലുള്ള ഡിഫറൻസ് ആട്ടോ. കാറ്റയോൺ, റിമൂവൽ ഓഫ് എൻ ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കാറ്റയോൺ. അതായത് ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ മാറ്റുക. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ മാറ്റുമ്പോൾ എന്തുണ്ടാവും, ഒരു ഇലക്ട്രോണിൻ്റെ കുറവ് വരും, ഒരു നെഗറ്റീവിൻ്റെ കുറവ് വരും. അപ്പോൾ അത് പോസിറ്റീവ് ആയില്ലേ, അതാണ് കാറ്റയോൺ എന്ന് പറയുന്നത്. ഇനി ആനയോണിൻ്റെ കാര്യം എടുത്താൽ ഇറ്റ് ഈസ് എ ഗെയിൻ ഓഫ് ആൻ ഇലക്ട്രോൺ വിച്ച് ലീഡ്സ് ടു ആൻ ആനയോൺ. അതായത് ആനയോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നെഗറ്റീവ് ആണെന്നല്ലേ. അപ്പോൾ ഒരു ഇലക്ട്രോൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ചാർജ് കിട്ടണ പോലെയല്ലേ, അപ്പോൾ അത് ആനയോൺ ആയില്ലേ, നെഗറ്റീവ് സൈനുള്ള ആനയോൺ ആയില്ലേ. ഇനി അടുത്തത്, ജനറലി എ കാറ്റയോൺ ഇസ് സ്മോളർ ദാൻ ഇറ്റ്സ് പാരന്റ് ആറ്റം. പാരന്റ് ആറ്റത്തിനെക്കാട്ടും ചെറുതാണ് കാറ്റയോൺ. പക്ഷേ ഇവിടെ നോക്കൂ, ആനയോൺ ഇസ് ലാർജർ ദാൻ ഇറ്റ്സ് പാരന്റ് ആറ്റം. പാരന്റ് ആറ്റത്തിനെക്കാട്ടും വലുതാണ് ആനയോൺ. ജൂലൈ 2019 മാർച്ച് 2011 ചോദിച്ചിട്ടുള്ളത് കേട്ടോ, എന്തുകൊണ്ടാണ് ആനയോൺ പാരന്റ് ആറ്റത്തിനേക്കാൾ ലാർജർ ആവുന്നത്? റീസൺ ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. പിന്നെ കാറ്റയോണിൻ്റെ കേസിൽ നോക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, പാരന്റ് ആറ്റത്തിനെക്കാട്ടും ചെറുതാണെന്നാണ് പറഞ്ഞത്. Na+, ഇപ്പോൾ സോഡിയം എടുക്കുകയാണെങ്കിൽ സോഡിയത്തിൻ്റെ കാറ്റയോൺ സോഡിയത്തിനെക്കാട്ടും ചെറുതാണ്. എന്നാൽ ക്ലോറിൻ എടുക്കുമ്പോൾ ക്ലോറിൻ്റെ ആനയോൺ ക്ലോറിനേക്കാട്ടും വലുതാണ്. ഇതാണ് പാരന്റ് ആറ്റം എന്ന് പറയുന്നത്. ക്ലോറിൻ, സോഡിയം, മഗ്നീഷ്യം അതൊക്കെ പറയുന്നതാണ് പാരന്റ് ആറ്റം. അതിനൊരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് വരുമ്പോഴാണ് അത് കാറ്റയോണും ആനയോണും ആയിട്ട് മാറുന്നത്. നെഗറ്റീവ് ചാർജ് വരുമ്പോൾ ആനയോണെന്നും പോസിറ്റീവ് ചാർജ് വരുമ്പോൾ കാറ്റയോണെന്നും മാറും. ഇനി ഇതിൻ്റെ റീസൺ നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് കാറ്റയോൺ നോക്കാം. മാർച്ച് 2011 ചോദിച്ചേക്കുന്നതാണ്, എന്തുകൊണ്ടാണ് കാറ്റയോൺ പാരന്റ് ആറ്റത്തിനെക്കാട്ടും ചെറുതായിരിക്കണേന്ന്. ദിസ് ഇസ് ബിക്കോസ് എ കാറ്റയോൺ ഹാസ് ഫ്യൂവർ ഇലക്ട്രോൺസ് ബട്ട് ഇറ്റ്സ് ന്യൂക്ലിയർ ചാർജ് റിമെയിൻസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദി പാരന്റ് ആറ്റം. കാറ്റയോണിന് കുറച്ച് ഇലക്ട്രോൺസേ ഉള്ളൂ. ഓക്കെ, കുറച്ച് ഇലക്ട്രോൺസേ ഉള്ളൂ, അതുകൊണ്ട് അത് പോസിറ്റീവ് ചാർജ്ഡാണ്. പോരാത്തതിന് അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും പാരന്റ് ആറ്റത്തിനെ പോലെ തന്നെ. അപ്പോൾ കുറച്ച് ഇലക്ട്രോൺ ഉള്ള കാരണമാണ് അത് പാരന്റ് ആറ്റത്തിനെക്കാട്ടും ചെറുതായിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കും ആനയോൺ എന്തുകൊണ്ടാണ് പാരന്റ് ആറ്റത്തിനെക്കാട്ടും ലാർജർ ആവുന്നത്. ദിസ് ഇസ് ബിക്കോസ് ദി അഡീഷൻ ഓഫ് വൺ ഓർ മോർ ഇലക്ട്രോൺ വുഡ് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ്ഡ് ഇലക്ട്രോണിക് റിപ്പൾഷൻ ആൻഡ് ഡിക്രീസ് ഇൻ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോൾ അതെന്തുണ്ടാവുമെന്നറിയോ, ഒരു ഇലക്ട്രോൺസ് തമ്മിലൊരു റിപ്പൾഷൻ, നെഗറ്റീവ് ചാർജസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജസ് തമ്മിൽ എപ്പോഴും റിപ്പൾഷൻ അല്ല ഉണ്ടാവുക, സെയിം ആയിട്ടുള്ള ചാർജസ്. അതുപോലെ ഇവിടെ ഇലക്ട്രോൺസ് കൂടുന്തോറും ഇലക്ട്രോൺസുകൾ തമ്മിൽ ആ നെഗറ്റീവ് ചാർജസ് തമ്മിൽ ഒരു റിപ്പൾഷൻ ഉണ്ടാവും. അതാണ് ഇലക്ട്രോണിക് റിപ്പൾഷൻ. ആ ഇലക്ട്രോണിക് റിപ്പൾഷൻ കൂടും. അങ്ങനെ കൂടുമ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. അതുകൊണ്ടാണ് ആനയോണിൻ്റെ സൈസ്, ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞാൽ എന്തുണ്ടാവും, സൈസ് കൂടുകയല്ല ചെയ്യുക. അപ്പോൾ ഇവിടെ ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞുകൊണ്ട് അറ്റോമിക് സൈസ് കൂടി ആനയോണിൻ്റെ. ഓക്കെ, അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയറിൽ ജൂലൈ 2019 മാർച്ച് 2011 ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് നോക്കാം. Atoms and ions having the same number of electrons are called isoelectronic species. ഇതെന്താണ് ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് ഒക്ടോബർ 2011 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. അതായത് ആറ്റംസും അയോൺസിനും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടോ, അത്തരം സ്പീഷീസിനെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ O2-, F-, Ne, Na+, Mg2+. ഇതിലെല്ലാത്തിലും 10 ഇലക്ട്രോൺസ് ഉണ്ട്. എങ്ങനെയാണ് 10 ഇലക്ട്രോൺസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക പറഞ്ഞു തരാം. O2- നോക്കൂ, അതിൻ്റെ അറ്റോമിക് നമ്പർ എത്ര, 8 അല്ലേ. 8ഉം പിന്നെ മൈനസ് ചാർജസ് വന്ന് നമ്മളത് ആഡ് ചെയ്യുകയാണ് ചെയ്യുക അറ്റോമിക് നമ്പറായിട്ട്. പ്ലസ് ചാർജസ് വന്നാൽ കുറയ്ക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതാണ് ഒരു ടിപ്പ് ഇവിടെ ഉള്ളത്. അപ്പോൾ O2- എന്ന് പറയുമ്പോൾ 8ൻ്റെ ഒപ്പം 2 എണ്ണം ആഡ് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും, 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി F- എന്ന് പറയുമ്പോൾ 9 ആണ് അറ്റോമിക് നമ്പർ ഫ്ലൂറിൻ്റെ. അതിൻ്റെ ഒപ്പം ഒരെണ്ണം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 10, വീണ്ടും 10 ഇലക്ട്രോൺസ് അല്ലേ. നിയോൺ ഓൾറെഡി 10 ആണ് അറ്റോമിക് നമ്പർ, അവിടെ ഒന്നും ചാർജസ് ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ 10 തന്നെ. ഇനി സോഡിയം നോക്കുമ്പോൾ സോഡിയം പ്ലസ് എന്നാണ് തന്നെയാണ്. അപ്പോൾ 11 ആണ് അറ്റോമിക് നമ്പർ, പ്ലസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 10 ഇലക്ട്രോൺസും കിട്ടും. വീണ്ടും Mg2+ നോക്കുമ്പോൾ 12 ആണ് അറ്റോമിക് നമ്പർ, 2+ എന്നാണ് തന്നെയാണ്. അപ്പോൾ 2 എണ്ണം കുറയ്ക്കുക, അപ്പോൾ വീണ്ടും 10 ഇലക്ട്രോൺസ് കിട്ടും. അങ്ങനെ ഇതെല്ലാം നോക്കുമ്പോൾ ഇതെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസാണ്. എല്ലാ സ്പീഷീസിനും എല്ലാ എലിമെൻസിനും 10 ഇലക്ട്രോൺസ് വീതമുണ്ട്. Among isoelectronic species, the cation with greater positive charge will have smaller radius. അതായത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് തരികയാണ് ഏതിനാണ് ചെറിയ റേഡിയസ് അല്ലെങ്കിൽ ഏതിനാണ് വലിയ റേഡിയസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ,
കാറ്റയോൺ ഓൾറെഡി പാരൻ്റ് ആറ്റത്തിനെക്കാട്ടും ചെറുതാണ്. അപ്പോൾ കാറ്റയോൺ ഗ്രേറ്റർ പോസിറ്റീവ്, കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് കുറച്ചും കൂടി എന്തുണ്ടാവും, കുറച്ചും കൂടി ചെറുതാവും അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഏതാണോ അതാണ് ഏറ്റവും ചെറിയ റേഡിയസ് ഉണ്ടാവുക. ഇനി ആനയോൺ വരികയാണെങ്കിലോ, ആനയോൺ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ്, 3- ആണ് 2- വലുത് റേഡിയസിൽ. ഓക്കെ, അങ്ങനെയാണ് മനസ്സിലാക്കുക. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റർ അട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺ ടു ദ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്കുള്ള ഇലക്ട്രോണിൻ്റെ അട്രാക്ഷൻ കൂടും. അതുമൂലമാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ആനയോൺ വിത്ത് ഗ്രേറ്റർ നെഗറ്റീവ് ചാർജ് വിൽ ഹാവ് ലാർജർ റേഡിയസ്. ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം അട്രാക്ഷനെക്കാട്ടും അവിടെ കൂടുതൽ ഉണ്ടാവുക റിപ്പൾഷനാണ്. മറ്റോടത്ത് അട്രാക്ഷനാണ്, ഇവിടെ റിപ്പൾഷനാണ്. അട്രാക്ഷൻ വരുമ്പോൾ എന്തുണ്ടാവും, സൈസ് ചുങ്ങും. റിപ്പൾഷൻ വരുന്നുണ്ടാവും, സൈസ് കൂടും. അതാണ് നടക്കുന്നത്. ഓക്കെ, സോ അയോൺ എക്സ്പാൻഡ് ഇൻ സൈസ്. ഇനി അടുത്ത ടോപ്പിക്കാണ് അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാട്ടോ ഇത്. ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എനർജി റിക്വയർഡ് ടു റിമൂവ് എൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് എൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഐസൊലേറ്റ് ചെയ്യപ്പെട്ട ഗേഷ്യസ് ആറ്റം ആണെന്ന് വിചാരിക്കും. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെൽ, എപ്പോഴും നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ 4s2 3d10 അങ്ങനെ എഴുതിയാൽ കൂടിയും ഇലക്ട്രോൺസിനെ നമ്മൾ റിമൂവ് ചെയ്യാമെന്ന് വിചാരിക്കും. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും 4s എന്നാണ് റിമൂവ് ചെയ്യുക. അല്ലാണ്ട് 3d ലാസ്റ്റ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എഴുതി എന്നുള്ളതിൻ്റെ പേരിൽ 3d എന്നല്ല റിമൂവ് ചെയ്യുക. എപ്പോഴും എന്നിൻ്റെ വാല്യൂ കൂടുതലുള്ള ഷെൽ ഏതാണോ ആ ഷെല്ലാണ് ഔട്ടർമോസ്റ്റ് ഷെൽ. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് എപ്പോഴും നമ്മൾ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുക. അതെപ്പോഴും നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഗേഷ്യസ് ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എത്ര എനർജി വേണം, അതാണ് അയണൈസേഷൻ എൻതാൽപ്പി പറയുന്നത്. ഇനി അതിനെ റിപ്രസെൻറ്റ് ചെയ്യണതാണ് ഇങ്ങനെ. എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ്, ആ എലമെൻറ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഇരിക്കണേ. നമ്മൾ എൻതാൽപ്പി, അയണൈസേഷൻ എൻതാൽപ്പി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് ചാടും. ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനല്ല പ്രോസസ്സ്. അപ്പോൾ ഇലക്ട്രോൺ പുറത്തേക്ക് ചാടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാറ്റയോൺ കിട്ടി. കണ്ടു, അതാണ് റിപ്രസെൻറ്റേഷൻ. യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ മോൾ അല്ലെങ്കിൽ ജൂൾ പെർ മോൾ. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി നോക്കാം. The energy required to remove the first electron from outermost shell of a neutral atom. ഒരു ന്യൂട്രൽ ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ആദ്യത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജി നോക്കൂ. ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു എലമെൻറ്റ്, അതിൽ നിന്ന് നമ്മൾ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാറ്റയോൺ ആയിട്ടുള്ളൊരു എലമെൻറ്റ് കിട്ടി. ഇനി അടുത്തത് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് എൻ ഇലക്ട്രോൺ ഫ്രം എ യൂണിപോസിറ്റീവ് അയോൺ. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയിൽ ഇലക്ട്രോണിനെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്തു. അതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റം ആയിരുന്ന സമയത്താണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എനർജിയാണ് ഇത് ΔH1. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് അവിടെ റിസൾട്ടായിട്ട്, ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തപ്പോൾ കാറ്റയോൺ കിട്ടി അല്ലേ. ഇനി ആ കാറ്റയോണിൽ നിന്ന് നമ്മളൊരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാണ്, അതാണ് യൂണിപോസിറ്റീവ് അയോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ പോസിറ്റീവ് ആയിട്ടുള്ള അയോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് അത്രയും കുറച്ചും കൂടി എനർജി വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു യൂണിപോസിറ്റീവ് ആയിട്ടുള്ള അയോണിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് എനർജി, അതാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യണതാണിത്. കണ്ടു, പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഗേഷ്യസ് എലമെൻറ്റ് അല്ലെങ്കിൽ അയോൺ, അതിൽ നിന്ന് നമ്മൾ എനർജി കൊടുക്കുമ്പോൾ X2+ എന്നുള്ളൊരു എലമെൻറ്റ് കിട്ടി. കുറച്ചും കൂടി പോസിറ്റീവായി അല്ലേ, 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്തപ്പോൾ 2 പോസിറ്റീവായി, പ്ലസ് ഇലക്ട്രോണും കൂടി കിട്ടി. ഇനി നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, എനർജി ഈസ് ഓൾവേസ് റിക്വയർഡ് ടു റിമൂവ് എൻ ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം ഓർ അയോൺ. എപ്പോഴും ഒരു എനർജി വേണം. നമുക്ക് എന്തൊരു സാധനത്തിനെ റിമൂവ് ചെയ്യണമെങ്കിൽ, നമുക്കൊരു സാധനത്തിനെ വലിക്കണമെങ്കിൽ, എടുത്ത് കളയണമെങ്കിൽ ഒരു എനർജി വേണം അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും ഇലക്ട്രോണിനെ ഒരു ആറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ അയണിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ എനർജി വേണം. അപ്പോൾ എപ്പോഴും എൻതാൽപ്പി, അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജൂലൈ 2019 എന്നെ ബേസ് ചെയ്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിനെക്കാട്ടും ഗ്രേറ്റർ ആവണേന്ന്. ഈ എന്ന് എഴുതിയാൽ അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ദി സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് ഹയർ ദാൻ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ദിസ് ഇസ് ബിക്കോസ് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു റിമൂവ് എൻ ഇലക്ട്രോൺ ഫ്രം എ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ദാൻ ഫ്രം എ ന്യൂട്രൽ ആറ്റം. അപ്പോൾ ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു ആറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ അയോണിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത്. അതല്ലേ നമ്മൾ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ചെയ്യണേ, യൂണിപോസിറ്റീവ് ആയിട്ടുള്ളൊരു അയോണിൽ നിന്നാണ് റിമൂവ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പിയാണ് എപ്പോഴും ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിനെക്കാട്ടും ഗ്രേറ്റർ. അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്യണേ. അതായത് ഇപ്പോൾ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ടെങ്കിൽ അതാണ് സെക്കൻഡിനെക്കാട്ടും ഗ്രേറ്റർ, സെക്കൻഡിനെക്കാട്ടും ലെസ്സറാണ് ഫസ്റ്റ്.
ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ എളുപ്പമായിട്ടും റിമൂവ് ചെയ്യാമെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. അതായത് നമുക്ക് അത്രയ്ക്ക് എനർജി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ എളുപ്പമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റണത് കൂടുതലാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. അതായത് നമ്മൾ കൊടുക്കേണ്ട എനർജിൻ്റെ ലെവൽ കുറയും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ ഈ പോസിറ്റീവ് എന്നൊക്കെ എഴുതിയത് അങ്ങനെ നിങ്ങൾ സിമ്പിളായിട്ട് എഴുതരുത്. എഴുതുമ്പോൾ ഫുള്ളായിട്ട് എഴുതാം. ഇനി അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തിനൊക്കെയാണ് അയണൈസേഷൻ എൻതാൽപ്പി ഡിപ്പെൻഡ് ചെയ്യണേ നോക്കാം. 1 അറ്റോമിക് സൈസ്, 2 ന്യൂക്ലിയർ ചാർജ്, 3 ഷീൽഡിംഗ് ഇഫക്റ്റ്, പിന്നെ ഹാഫ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ്. ഇതിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അറ്റോമിക് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, ന്യൂക്ലിയർ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും, ഷീൽഡിംഗ് ഇഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ഓർബിറ്റൽസ് ഹാഫ് ആണ് ഫുള്ളി ഫിൽഡ് ആണോ എന്ന് അനുസരിച്ച് അതിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അറ്റോമിക് സൈസ് നോക്കാം. സൈസ് കൂടി എന്തുണ്ടാവും? എൻതാൽപ്പി കുറയില്ലേ? അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സൈസ് കൂടുന്തോറും ഇലക്ട്രോണും ന്യൂക്ലിയസ് ആയിട്ടുള്ള ഒരു ബന്ധം കുറയും. നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സൈസ് കൂടുന്തോറും ഇലക്ട്രോണും ന്യൂക്ലിയസ് ആയിട്ടുള്ള ബന്ധം കുറയും. അപ്പോൾ എളുപ്പത്തിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ അധികം എനർജി കൊടുക്കണ്ട. അതുകൊണ്ടാണ് അയണൈസേഷൻ എൻതാൽപ്പി സൈസ് കൂടുന്തോറും കുറയണത്. ഇനി ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കൂടും. കാരണം എന്താ? ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അറ്റോമിക് സൈസ് കുറയും. അറ്റോമിക് സൈസ് കൂടി എന്തുണ്ടാവും? അയണൈസേഷൻ എൻതാൽപ്പി കൂടും അല്ലേ? ആണ്. ഇനി അടുത്തത് ഷീൽഡിംഗ് എഫക്റ്റ് കൂടിയാൽ ഈസ് ഓഫ് റിമൂവിങ് എൻ ഇലക്ട്രോൺ കൂടും. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. ഇനി പ്രസൻസ് ഓഫ് ഹാഫ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ ഇൻക്രീസ് അയണൈസേഷൻ എൻതാൽപ്പി. എന്തുകൊണ്ടാണത്? ഹാഫ് ഓർ കംപ്ലീറ്റ്ലി ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽ ആണെങ്കിൽ നല്ല സ്റ്റേബിൾ ആയിരിക്കും. എപ്പോഴും ആറ്റം നോക്കുക സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാനാണ്. അവർക്ക് സ്റ്റെബിലിറ്റി വേണം. ഓക്കെ, അപ്പോൾ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം. അങ്ങനെയായിരിക്കണ ഒരു ഓർബിറ്റലിൽ എപ്പോഴും അങ്ങനെ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഓർബിറ്റലിൽ നിന്ന് നമുക്കൊരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. നല്ല എനർജി കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ നല്ല സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു ഓർബിറ്റലാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അങ്ങനെ ഡിഫിക്കൽട്ടി കൂടി, അതായത് റിമൂവ് ചെയ്യാനുള്ള ഈസിനെസ് കുറഞ്ഞാൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടില്ലേ? അതാണ് ഇവിടെ പറയണത്. ഇനി അടുത്തത് വേരിയേഷൻ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി. അതിൻ്റെ സിമ്പിളാട്ടോ ΔHI എന്ന് പറയുന്നത്. അലോങ് എ പീരീഡിൻ്റെ പീരീഡിലും ഗ്രൂപ്പിലും എങ്ങനെയാണ് അയണൈസേഷൻ എൻതാൽപ്പിയിൽ വ്യത്യാസം വരുന്നതെന്ന്. അലോങ് എ പീരീഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ആണ്. ഡൗൺ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മേലെ നിന്ന് താഴത്തേക്ക്. ഓക്കെ, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടും. കാരണം എന്താ? പറഞ്ഞു തരാം. ഇത് നമ്മൾ മാർച്ച് 2015 2013 2011 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് പ്രീവിയസ് ഇയറിൽ നല്ലോണം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും റീസണും പഠിച്ചു വയ്ക്കണം, ഈ ഒരു വേരിയേഷനും പഠിച്ചു വയ്ക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ്? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറയും, ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടില്ലേ? കൂടും. അതാണ് നമ്മളിവിടെ മുമ്പ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഫാക്ടേഴ്സ്, അയണൈസേഷൻ എൻതാൽപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിക്കണം. അതിൻ്റെ വേരിയേഷൻസ് എങ്ങനെയാണ് പോണേന്ന് പഠിക്കണം. ഫാക്ടേഴ്സ് പഠിച്ചാൽ തന്നെ വേരിയേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം തരുവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റേത് കിട്ടും ഉറപ്പായിട്ടും. അപ്പോൾ ഇനി thus alkali metals have the least ionization enthalpy and noble gases have the most. alkali metals എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സ്ട്രീം ലെഫ്റ്റിലുള്ളതല്ലേ, അവർക്ക് കുറവാണ്. ഇവിടെ പോകുന്തോറും കൂടുകയാണ് ചെയ്യണത് അല്ലേ? ലെഫ്റ്റിലേക്ക് പോകുന്തോറും റൈറ്റിലേക്ക് പോകുന്തോറും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റിലിരിക്കുന്ന ആൽക്കലി മെറ്റൽസിന് കുറവ് എൻതാൽപ്പിയും എക്സ്ട്രീം റൈറ്റിലിരിക്കുന്ന നോബൽ ഗ്യാസിന് കൂടുതൽ എൻതാൽപ്പിയാണ് ഉണ്ടാവുക, അയണൈസേഷൻ എൻതാൽപ്പിയാണ് ഉണ്ടാവുക. ഇനി അടുത്തത് ഡൗൺ എ ഗ്രൂപ്പ്, അതായത് താഴേക്ക് മേലേന്ന് താഴത്തേക്ക് വരുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കുറയാണ് ചെയ്യുക. ഈ ചോദ്യം ഓഗസ്റ്റ് 2014 മാർച്ച് 2012 ചോദിച്ചിട്ടുണ്ട്, റീസെൻറ്റോ. അപ്പോൾ എന്തുകൊണ്ടാണ്? മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് കൂടും, അപ്പോൾ ഷീൽഡിംഗ് ഇഫക്റ്റ് കൂടില്ലേ, അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയില്ലേ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനുള്ള ആ ഒരു ഈസിനെസ് കൂടും, അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. അപ്പോൾ അങ്ങനെ ആൽക്കലി മെറ്റൽസിന് ലിഥിയത്തിനാണ് ഏറ്റവും കുറവ് അയണൈസേഷൻ എൻതാൽപ്പി, ഫ്രാൻഷ്യത്തിനാണ് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി. ഇനി അടുത്തത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേമിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ജൂൺ 2008 മാർച്ച് 2017 ചോദിച്ചതാണ്. അപ്പോൾ ഈ ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി എന്താണ് ഡെഫിനേഷൻ നോക്കാം. ഇറ്റ് ഈസ് എ ഹീറ്റ് ചേഞ്ച് വെൻ ആൻ ഇലക്ട്രോൺ ഇസ് ആഡഡ് ടു ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. അതായത് ഒരു ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ഗേഷ്യസ് ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യുകയാണെങ്കിലും റിമൂവ് ചെയ്യുകയാണെങ്കിലും എപ്പോഴും ഔട്ടർ മോസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗേഷ്യസ് ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് നമ്മളൊരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ആ ഹീറ്റിൽ വരുന്ന ഒരു വ്യത്യാസമാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുക. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോഴുള്ള ഹീറ്റിൻ്റെ ഡിഫറൻസ്. ഓക്കെ, ആ ടേമിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ ഡെഫിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം.
It is the heat change when an electron is added to the outermost shell of isolated gaseous atom. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണിത്. അതായത് ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഗേഷ്യസ് എലമെൻറ്റിൻ്റെ ആറ്റം ഉണ്ട്, അതിൽ നിന്ന് ഇലക്ട്രോൺ നമ്മൾ വാങ്ങിച്ചു, ഗെയിൻ ചെയ്തു. അപ്പോൾ എന്തുണ്ടായി? ഒരു നെഗറ്റീവ് ചാർജ് അല്ല വരിക, ആനയോൺ അല്ലതാവുക. അതാണ് ഇവിടെ എഴുതിയിരുന്നത്. എക്സ് മൈനസ് ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെ കിലോ ജൂൾ പെർ മോൾ ആണ് അതിൻ്റെ യൂണിറ്റ്. ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡിപ്പെൻഡിങ് ഓൺ ദി നേച്ചർ ഓഫ് ദി എലമെൻറ്റ്. എലമെൻറ്റിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ. For most of the elements, energy is released when electron is added to their atoms. അതായത് കൂടുതൽ എലമെൻസിനും ആറ്റത്തിലേക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോൾ എനർജി റിലീസാണ് നടക്കുക. എനർജി റിലീസ് ആവുകയാണ് ചെയ്യുക കൂടുതൽ എലമെൻസിനും കേട്ടോ. അപ്പോൾ എന്തുണ്ടാവും? അവരുടെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കൂടുതൽ എലമെൻസിനും ഇലക്ട്രോൺസ് ആറ്റത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവും അബ്സോർബ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്ന കാരണം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് നെഗറ്റീവായി. ഇനി അടുത്തത് നമ്മൾ മാർച്ച് 2018 ജൂൺ 2008 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് നോബിൾ ഗ്യാസസ് ഹാവ് ലാർജ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വൈ അല്ലെങ്കിൽ ജസ്റ്റിഫൈ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നോബിൾ ഗ്യാസസിന് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലായിട്ടുള്ളത്? ബിക്കോസ് ഓഫ് ദർ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനൻ ഇവരല്ലേ. അപ്പോൾ ഹീലിയത്തിനായാലും രണ്ടാണ് ഒരു ഷെല്ലിൽ എസ് എന്ന് പറഞ്ഞ ആ സബ് ഷെല്ലിൽ ഉള്ളത് 2 ഇലക്ട്രോൺസ് ആണ്. അതിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്നത് 2ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡാണ്, സ്റ്റേബിളാണ്. നിയോൺ എടുത്താലും 10 ആണ്, കംപ്ലീറ്റ്ലി ഫിൽഡാണ്, സ്റ്റേബിളാണ്. ആർഗൺ എടുത്താലും കംപ്ലീറ്റ്ലി ഫിൽഡാണ്. ക്രിപ്റ്റൻ ആയാലും സെനൻ ആയാലും കംപ്ലീറ്റ്ലി ഫിൽഡാണ്, സ്റ്റേബിളാണ് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ അങ്ങനെ സ്റ്റേബിളായിട്ട് ഇരിക്കണേന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് എനർജി ചേഞ്ച് അവിടെ വരും. അപ്പോൾ അവിടെ എനർജി അബ്സോർബ്ഡ് ആവണ കാരണം ലാർജ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് ഉണ്ടാവുക. ഓക്കെ. ഇനി അടുത്തത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിപ്പെൻഡ്സ് ഓൺ. അപ്പോൾ ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. അയനൈസേഷൻ എൻതാൽപ്പി നമ്മൾ പറഞ്ഞു എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അയനൈസേഷൻ എൻതാൽപ്പി സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, ന്യൂക്ലിയർ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും, ഷീൽഡിംഗ് എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, സ്റ്റെബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണോ ഹാഫ്ലി ഫിൽഡ് ആണോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഓർബിറ്റൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണോ ഹാഫ്ലി ഫിൽഡ് ആണോ ഓർബിറ്റൽസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, ന്യൂക്ലിയർ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും, ഷീൽഡിംഗ് എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് മാർച്ച് 2017 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യണേ എന്നുള്ള കാര്യം. ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ സൈസ് കൂടിയാൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കും, എന്ത് വേരിയേഷനാണ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, പേടിക്കേണ്ട. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് സൈസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ കുറയുന്നത്? സൈസ് കൂടുന്തോറും ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാനായാലും നമ്മൾ റിലീസ് ചെയ്യാനായാലും എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അധികം എനർജി ചേഞ്ച് അവിടെ അത്ര ഡിഫറൻസ് വരില്ല. അതുകൊണ്ടാണ് അതിൽ കുറവെന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയർ ചാർജ് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടും. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും എന്താ ഉണ്ടാവണേ? സൈസ് കുറയല്ല ചെയ്യണേ. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തുണ്ടാവും? കൂടും. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് ആവുകയാണെന്നാണ് കേട്ടോ അർത്ഥം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആവുകയാണെന്നാണ് അർത്ഥം. ഓക്കെ. ഇനി അടുത്തത് ഷീൽഡിംഗ് ഇഫക്റ്റ്. ഷീൽഡിംഗ് ഇഫക്റ്റ് ഡിക്രീസസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ ഷീൽഡിംഗ് ഇഫക്റ്റ് കുറയ്ക്കും. പ്രസൻസ് ഓഫ് ഹാഫ്ലി ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് മേക്സ് ഡെൽറ്റ എച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ്. ഓക്കെ, ഷീൽഡിംഗ് ഇഫക്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ കുറയ്ക്കും. ഇനി ഹാഫ്ലി ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആണെങ്കിൽ അവർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആക്കും. അതാണ് നമ്മളിവിടെ നോബിൾ ഗ്യാസിൽ കണ്ടത്. അവർ ലാർജ്ലി പോസിറ്റീവ്ലി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ടാവാൻ കാരണം എന്താ? അവർ കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാരണമാണ്. അപ്പോൾ ഇവിടെ ഹാഫ്ലി ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ പോസിറ്റീവ് ആവുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ലെസ് നെഗറ്റീവ് ആവുകയാണ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് പീരിയോഡിക് വേരിയേഷൻ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അയനൈസേഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്കും പീരിയോഡിക് വേരിയേഷൻസ് ഉണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും, കൂടുതൽ നെഗറ്റീവായിട്ട് വരും. കാരണം എന്താ? സൈസ് കുറയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. സൈസ് കുറയും തോറും ന്യൂക്ലിയർ ചാർജ് കൂടും, ഇലക്ട്രോണിനെ ആഡ് ചെയ്യാനും എളുപ്പമാവും. അപ്പോൾ എന്തുണ്ടാവും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടും. നമ്മൾ മറ്റോടത്ത് പറഞ്ഞത് ഇലക്ട്രോണിനെ
റിമൂവ് ചെയ്യാൻ അയനൈസേഷൻ എൻതാൽപ്പിയിൽ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനുള്ള ഈസിനെസ് കൂടുന്തോറും അയനൈസേഷൻ എൻതാൽപ്പി കുറയുന്നതാണ്. പക്ഷെ ഇവിടെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാനുള്ള ആ ഈസിനെസ് കൂടുന്തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടും. ഓക്കെ, ഇനി അടുത്തത് താഴേക്ക് വരുന്തോറും, അതായത് ഡൗൺ എ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കംസ് ലെസ് നെഗറ്റീവ് ആവും, അതായത് പോസിറ്റീവ് ആയി തുടങ്ങും. റീസൺ എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ സെപ്റ്റംബർ 2012 ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, റീസൺ എന്താണ്? സൈസ് കൂടുന്തോറും ഷീൽഡിങ് എഫക്റ്റ് കൂടും. അങ്ങനെ ഷീൽഡിങ് എഫക്റ്റ് കൂടിയാൽ എന്തുണ്ടാവും? ഇലക്ട്രോൺ എൻതാൽപ്പി കുറയും. ഓക്കെ, അതുകൊണ്ടാണ് പോസിറ്റീവ് ആവുന്നത്. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് 2018 മാർച്ച് 2019 ഓഗസ്റ്റ് 2018 ജൂലൈ 2017 സെപ്റ്റംബർ 2012 മാർച്ച് 2010 ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണിത്. അതായത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഇസ് ലെസ് നെഗറ്റീവ് ദാൻ ക്ലോറിൻ, വൈ ജസ്റ്റിഫൈ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഇസ് മോർ നെഗറ്റീവ് ദാൻ ഫ്ലൂറിൻ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ റീസണിങ് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ എന്തായാലും ഈ പ്രാവശ്യവും പ്രതീക്ഷിച്ചോളൂ ഈ ഭാഗത്തുനിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ നോക്കാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിൻ്റെ കുറവാണെന്നാണ് പറയുന്നത് ക്ലോറിനെക്കാട്ട്. എന്താണ് റീസൺ? ദിസ് ഈസ് ബിക്കോസ് വെൻ എൻ ഇലക്ട്രോൺ ഇസ് ആഡഡ് ടു ഫ്ലൂറിൻ, ഒരു ഇലക്ട്രോൺ ഫ്ലൂറിനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ സ്മോളർ സെക്കൻഡ് ഷെൽ. ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് സെക്കൻഡ് ഷെല്ലിലേക്കാണ് അത് എൻ്റർ ചെയ്യുക, ഇലക്ട്രോൺ എൻ്റർ ചെയ്യുക. ഡ്യൂ ടു ദ സ്മോളർ സൈസ് ഇലക്ട്രോൺ സഫേഴ്സ് മോർ റിപ്പൾഷൻ ഫ്രം അതർ ഇലക്ട്രോൺസ്. അപ്പോൾ ചെറിയ സൈസ് ആയ കാരണം അതിന് ഭയങ്കര റിപ്പൾഷൻ ആയിരിക്കും. ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഭയങ്കര ചെറുതല്ലേ സൈസ്, ബാക്കിയുള്ള അതിൻ്റെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറിനാണ് ഏറ്റവും കുറവ് സൈസ്. അപ്പോൾ അങ്ങനെ ഏറ്റവും കുറവുള്ള സൈസിലേക്ക് കൂടുതൽ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ റിപ്പൾഷനാണ് ഇവിടെ അട്രാക്ഷനെക്കാട്ടും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും? ഇവരുടെ ഈ റിപ്പൾഷൻ കാരണം സൈസ് കൂടും. അങ്ങനെ സൈസ് കൂടിയാൽ എന്തുണ്ടാവും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും. അതാണ് ഇവർക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവ് ആവണേ. ഇനി ബട്ട് ഫോർ ക്ലോറിൻ ഇൻകമിങ് ഇലക്ട്രോൺ ഗോസ് ടു ദ ലാർജർ തേർഡ് ഷെൽ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ക്ലോറിന് ഇലക്ട്രോൺ ഇനി വരികയാണെങ്കിൽ തന്നെ തേർഡ് ഷെല്ലാണ് കയറുക. അതെന്ന് പറഞ്ഞാൽ ലാർജറാണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് ലോ ആൻഡ് ഹെൻസ് ക്ലോറിൻ ആഡ്സ് ഇലക്ട്രോൺ മോർ ഈസിലി ദാൻ ഫ്ലൂറിൻ. അപ്പോൾ ഫ്ലൂറിനെക്കാട്ടും കൂടുതൽ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാൻ എളുപ്പം എവിടെയാണ്? ക്ലോറിനിലാണ്. അതാണ് കാരണം. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യണം. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ എന്തൊരു കാര്യത്തിൻ്റെ മിക്ക പ്രോപ്പർട്ടീസും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാത്തിനെയും പഠിച്ചു വയ്ക്കുക. അപ്പോൾ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ എല്ലാത്തിനും കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഇലക്ട്രോൺസ് ഫ്ലൂറിൻ്റെ കേസിലാണെങ്കിൽ സെക്കൻഡ് ഷെല്ല്, ചെറുതായിട്ടുള്ള സെക്കൻഡ് ഷെല്ലിലേക്കാണ് ആഡ് ചെയ്യപ്പെടുക. ക്ലോറിൻ്റെ കേസിൽ അത് വലുതായിട്ടുള്ള തേർഡ് ഷെല്ലിലേക്കാണ് ആഡ് ചെയ്യപ്പെടുക. അപ്പോൾ എന്തുണ്ടാകുമെന്ന് വെച്ചാൽ, ഫ്ലൂറിൻ്റെ കേസിൽ അതൊരു ചെറിയ സൈസായ കാരണം ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതലാണ്. അങ്ങനെ റിപ്പൾഷൻ കൂടുമ്പോൾ എന്തുണ്ടാവും? സൈസ് കൂടുമ്പോൾ എന്തുണ്ടാവും? എൻതാൽപ്പി കുറയും അല്ലേ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും. ക്ലോറിൻ്റെ കേസിൽ എന്തുണ്ടാവും? ഇൻകമിങ് ഇലക്ട്രോൺസ് ലാർജ് തേർഡ് ഷെല്ലിൽ കിട്ടുന്ന കാരണം സൈസ് അങ്ങനെ കൂടുതൽ കുറയൊന്നും ചെയ്യില്ല. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിനെക്കാട്ടും കൂടുതലുണ്ടാവും. ഓക്കെ, ഡ്യൂ ടു ദ സെയിം റീസൺ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഇസ് ലെസ് നെഗറ്റീവ് ദാൻ സൾഫർ. അപ്പോൾ സൾഫർ ഇതുപോലെ തന്നെ ഓക്സിജനും സൾഫറും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഓക്സിജനാണ് അറ്റോമിക് സൈസ് സൾഫറിനെക്കാട്ടും കുറവ്. അപ്പോൾ ഈ സെയിം റീസൺ തന്നെയാണ് ഇവർ ചോദിച്ചാലും സെയിം റീസൺ തന്നെ എഴുതുക. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡെൽറ്റ, അതായത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഇസ് ലെസ് നെഗറ്റീവ് ദാൻ സൾഫർ, വൈ എന്ന് പറഞ്ഞിട്ട് സെയിം റീസൺ തന്നെ എഴുതി വയ്ക്കുക. ഇതിൽ ഫ്ലൂറിനും ക്ലോറിനും പകരം ഇവരെ എഴുതി വയ്ക്കുക, അത്രേ ഉള്ളൂ. Thus, in modern periodic table, alkali metals have least negative electron gain enthalpy and halogens have most negative electron gain enthalpy. അപ്പോൾ least നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ടാവുക ആൽക്കലിയിലും, മോസ്റ്റ് ഉണ്ടാവുക ഹാലജൻസിലാണ്. ഇനി ഹാലജൻസിൽ തന്നെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇങ്ങനെയാണ് കുറയുക. അതായത് ഏറ്റവും കൂടുതൽ ക്ലോറിന്, പിന്നെ ഫ്ലൂറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയഡിൻ. നമ്മൾ താഴേക്ക് വരും തോറും അറ്റോമിക് റേഡിയസ് കൂടും, ഷീൽഡിംഗ് ഇഫക്റ്റ് കൂടും, അതുകൊണ്ട് ലെസ് നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഇവിടെ ഫ്ലൂറിനും ക്ലോറിനിലും തന്നെ നമ്മൾ വേറൊരു ഡിഫറൻസ് കണ്ടു. ക്ലോറിനാണ് കൂടുതൽ നെഗറ്റീവ് എന്ന് കണ്ടു. അപ്പോൾ ക്ലോറിൻ കഴിഞ്ഞ ഫ്ലൂറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയഡിൻ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയാം. അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലവിങ് നേച്ചർ അല്ലേ? ഇലക്ട്രോണിനെ ലവ് ചെയ്യുക, അതായത് ഇലക്ട്രോണും കിട്ടാൻ ആഗ്രഹിക്കുക, ഇലക്ട്രോൺ വേണം എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താ? ഒരു നെഗറ്റീവ് സൈൻ അവിടെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇലക്ട്രോണുള്ള ഒരു അഫിനിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ ഇലക്ട്രോൺ അഫിനിറ്റി എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി ടേം എന്താണെന്ന് അറിയണ്ടേ? അത് അടുത്ത വീഡിയോയിൽ പഠിക്കാം കേട്ടോ. ടിൽ ദെൻ, താങ്ക് യു.